ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺസി. ഇറ്റ്സ് മീ ജൂലിയ. സോ ഗൈസ്, നമ്മൾ ഇന്ന് പുതിയൊരു വെബ്3 പ്രോജക്റ്റ് പരിചയപ്പെടാൻ പോവുകയാണ്. നോഡിയൻസ് മാർക്കറ്റ് ഇൻ്റലിജൻറ്റ് സൂപ്പർ ആപ്പ്. ഇതൊരു ലെയർ 1 ബ്ലോക്ക് ചെയിൻ അല്ല, ഇതൊരു വാലറ്റും അല്ല, ഒരു എക്സ്ചേഞ്ചും അല്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിപ്റ്റോ മാർക്കറ്റിനെ കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു മാർക്കറ്റ് ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോമാണ് നോഡിയൻസ് മാർക്കറ്റ് ഇൻ്റലിജൻറ്റ് സൂപ്പർ ആപ്പ് എന്ന് പറയുന്നത്. സോ ആദ്യം നോഡിയൻസ് എന്താണെന്ന് തന്നെ പറയാം. നമ്മൾ സാധാരണ ക്രിപ്റ്റോ റിസർച്ച് ഒക്കെ ചെയ്യുമ്പോൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നോക്കും, അതുപോലെ ട്വിറ്ററിൽ റെഫറൻസ് നോക്കും, അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പുകളും റെഡിറ്റിലും. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ പോയി സെർച്ച് ചെയ്യും അല്ലേ. അപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ടാണ് നോഡിയൻസ് വന്നിരിക്കുന്നത്. നോഡിയൻസ് ഇതെല്ലാം ഒരൊറ്റ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അതായത് മാർക്കറ്റ് ഡേറ്റ ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ ട്രെൻഡ്സ് ആയിക്കോട്ടെ, കമ്മ്യൂണിറ്റി സെന്റിമെന്റ് ആയിക്കോട്ടെ, കോയിൻ അനലിറ്റിക്സ് ആയിക്കോട്ടെ, AI ഇൻസൈറ്റ്സ് ആയിക്കോട്ടെ, അതുപോലെ മാർക്കറ്റ് പ്രഡിക്ഷൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഒരിടത്ത് കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നാണ് നോഡിയൻസ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സൂപ്പർ ആപ്പാണ്. ഇപ്പോൾ നോഡിയൻസ് ഒരു പോയിന്റ് ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അതായത് ഇവരുടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പോയിന്റ്സ് ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ലീഡർ ബോർഡിൽ റാങ്ക് നേടാനും സാധിക്കും. ആൻഡ് ഫ്യൂച്ചറിൽ അതൊരു റിവാർഡായിട്ടൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനും ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നോഡിയൻസിൽ മാർക്കറ്റ് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ട്. അതുപോലെ തന്നെ കോയിൻസ് അല്ലെങ്കിൽ മാർക്കറ്റ് അടുത്ത സമയത്ത് ബുള്ളിഷ് ആകുമോ ബിയറിഷ് ആകുമോ എന്നൊക്കെ നിങ്ങൾക്ക് പ്രഡിക്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രഡിക്ഷൻ ശരിയാണോ തെറ്റാണോ എന്നതിനെ ആശ്രയിച്ചിട്ടും നിങ്ങൾക്ക് പോയിന്റ്സ് അല്ലെങ്കിൽ സ്ട്രീക്ക് നിലനിർത്താനായിട്ട് സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതൊരു എയർ ഡ്രോപ്പ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അതിന്റെ ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. ഒഫീഷ്യലി നോഡിയൻസ് ഒരു ടോക്കൺ ലോഞ്ച് പ്രഖ്യാപിച്ചിട്ടില്ല. ഈ ഒരു പോയിന്റ്സ് ഫ്യൂച്ചർ ടോക്കണിലേക്ക് കൺവേർട്ട് ചെയ്യും എന്നും അവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇതൊരു ഗ്യാരണ്ടീഡ് എയർ ഡ്രോപ്പ് ആണെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ബട്ട് സ്റ്റിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഡെയിലി ടാസ്കുകളൊക്കെ വളരെ കുറച്ച് സമയം മാത്രമേ എടുക്കുള്ളൂ ചെയ്യാനായിട്ട്. സോ അതെല്ലാം തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. സോ വെറുതെ നമ്മുടെ ടൈം എന്തായാലും നമ്മൾ പല ദിവസങ്ങളിലും വെറുതെ കളയാറുണ്ട്. ആ ഒരു കുറച്ച് സമയം മതി ഇതൊന്ന് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഏർലി യൂസർ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. സോ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളിലേക്ക് തന്നെ കിടക്കാം. സോ ഒട്ടും താമസിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ആദ്യം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് വഴി സൈറ്റിലേക്ക് കയറുക. സൈറ്റിലേക്ക് കയറുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആദ്യം ലോഗിൻ ചെയ്യണം. സോ നിങ്ങളൊന്നെങ്കിൽ ഇമെയിൽ ID യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക, അതല്ലെങ്കിൽ ട്വിറ്റർ യൂസ് ചെയ്ത് കണക്ട് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണെങ്കിലും ചെയ്യാം. ഞാൻ ഇവിടെ ട്വിറ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചെറിയൊരു ടാസ്ക് അവിടെ കാണിക്കും. ജസ്റ്റ് 1-2 ക്വസ്റ്റ്യൻസ് അവർ നിങ്ങളോട് ചോദിക്കും. അതിന് ജസ്റ്റ് എന്തെങ്കിലും ഒരു ആൻസർ കൊടുത്തിരുന്നാൽ മതി. ഓക്കെ, ആൻഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് പ്രൊഫൈൽ കാണാൻ പറ്റും. നിങ്ങളുടെ നിങ്ങൾ പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടാസ്കുകൾ കാണാം. അപ്പോൾ ആ ഒരു ടാസ്കുകളെല്ലാം തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ ഡെയിലി ആക്ഷൻസ് ആൻഡ് സ്ട്രീക്സ്, ഇങ്ങനെ 3 സെക്ഷനായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു മിഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഫുൾ ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അതിനനുസരിച്ച് ഓരോന്നിനും നിങ്ങൾക്ക് പോയിന്റ്സ് ലഭിക്കും. ഈ ഒരു പോയിന്റ്സ് എല്ലാം തന്നെ നിങ്ങൾ കളക്ട് ചെയ്യുക. ജസ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് പോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പേഴ്സണലൈസ് ചെയ്യുന്നതിൻ്റെ പോയിന്റ് ഉണ്ട്. പിന്നെ അതുപോലെ ഡെയിലി ആക്ഷൻസ്, ഇതും ഓരോന്നോരോന്ന് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ സ്ട്രീക്സ്, 3 ഡേ സ്ട്രീക്ക് കറക്റ്റായിട്ട് കിട്ടുവാണെങ്കിൽ 10+ പോയിന്റ്സ് കിട്ടും നിങ്ങൾക്ക്. അതുപോലെ തന്നെ 7 ഡേ സ്ട്രീക്ക്, അങ്ങനെ 15, 14, 30 ഇങ്ങനെ ഓരോന്നോരോന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ്. സോ ഡെയിലി നിങ്ങൾ ഇതിനകത്തോട്ട് കയറുക, അതായത് ഡെയിലി ചെക്കിങ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സോ അത് നിങ്ങൾ മറക്കാതെ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. അതും ഇവിടെ ഒരു ടാസ്ക് ആണ്. സോ പ്രൊഫൈൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങളുടെ ബയോയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിൻ്റെ നേരെയായിട്ട് നിങ്ങൾക്ക് കാണാം സെറ്റിങ്സ് കാണാം. സെറ്റിങ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ബയോയും കാര്യങ്ങളെല്ലാം തന്നെ കൊടുക്കാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ആയിട്ട്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് റെഫറൽ ചെയ്യാനും പറ്റും. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇൻവൈറ്റ് എ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. സോ ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ടുള്ള നിങ്ങളുടെ റെഫറൽ കോഡ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ അതവിടെ നമുക്ക് കോപ്പി ചെയ്യാവുന്നതാണ്. അത് കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് സെൻഡ് ചെയ്യാവുന്നതാണ്, അവരെ ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്.
ഓക്കെ, അപ്പോൾ ഈ ഒരു ടാസ്കുകളെല്ലാം തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാൻ സാധിക്കും. സോ പ്രഡിക്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മാർക്കറ്റിലെ പ്രഡിക്ഷൻസ് ആണ് അവർ ചോദിക്കുന്നത്. ജസ്റ്റ് ഓരോ ക്വസ്റ്റ്യൻസ് ആണ്, യെസ് ഓർ നോ 2 ഓപ്ഷൻസും കാണും. നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ യെസ് ആണെങ്കിൽ യെസ്, നോ എങ്കിൽ നോ അത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാം പ്രഡിക്ഷൻ ചെയ്യുക. ആൻഡ് ഇതിനെല്ലാത്തിനും ടൈം ഉണ്ടായിരിക്കും. ചിലത് 5 ഡേയ്സേ ഉള്ളൂ, ചിലത് 24 ഡേയ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോന്നിനും ടൈം ഉണ്ടായിരിക്കും. ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നിങ്ങൾ പ്രഡിക്ഷൻ ചെയ്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളപ്പം മാക്സിമം പോയിന്റ്സ് നേടുക. നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ലീഡർ ബോർഡിൽ ടോപ്പ് ആവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ എത്രത്തോളം പോയിന്റ്സ് നേടുന്നു അത്രത്തോളം നിങ്ങൾക്ക് ലീഡർ ബോർഡിൽ ടോപ്പ് ആവാനായിട്ട് സാധിക്കും. സോ ലീഡർ ബോർഡ് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ നേരത്തെ അവിടുത്തെ പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ പ്രൊഫൈലിൽ നിങ്ങൾക്ക് അവിടെ ലീഡർ ബോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് ലീഡർ ബോർഡ് എടുക്കുക. ലീഡർ ബോർഡ് എടുക്കുമ്പോൾ നിങ്ങളുടെ പൊസിഷൻ ഏതാണെന്ന് അറിയാൻ പറ്റും. ആൻഡ് ടോപ്പിൽ നിൽക്കുന്ന ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ എത്ര പോയിന്റ്സ് നമ്മൾ നേടിയാലാണ് ടോപ്പിൽ എത്തുക എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഇതെല്ലാം തന്നെ മനസ്സിലാക്കി വെക്കുക. ആൻഡ് കറക്റ്റായിട്ട് പോയിന്റ്സ് ഏൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാക്സിമം പോയിന്റ്സ് ഏൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളിവിടെ ഡിസ്കൗണ്ടിൽ ജോയിൻ ചെയ്യണം. സോ ഇവരുടെ ഡിസ്കൗണ്ടിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങളത് യൂസ് ചെയ്യുക. ആൻഡ് ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ വെരിഫിക്കേഷൻ ചോദിക്കും. ജസ്റ്റ് വെരിഫിക്കേഷൻ കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഇവന്റ്സ് കാണാനായിട്ട് സാധിക്കും. സോ ഇവന്റ്സിന്റെ ചാനൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ കുറേ ഇവന്റ്സ് അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇവന്റ്സിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ എൻഗേജ് പോയിന്റ്സ് ലഭിക്കുന്നതായിരിക്കും. സോ ഇതിലൂടെയും നിങ്ങൾക്ക് പോയിന്റ്സ് നേടാനായിട്ട് സാധിക്കും. സോ ഇവന്റ്സിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് പോയിന്റ്സ് ഏൺ ചെയ്യാനുള്ള മറ്റൊരു മാർഗം കൂടിയാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ ഇതിലൂടെ എടുത്തു പറയുന്നത്. സോ ഡിസ്കോഡും നിങ്ങൾ യൂസ് ചെയ്യുക, അതിനനുസരിച്ച് നിങ്ങൾക്ക് പോയിന്റ്സ് ലഭിക്കുന്നതായിരിക്കും. ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സോ എല്ലാത്തിനും കൂടെ ഒരു 10 മിനിറ്റ് ചിലപ്പോൾ വേണ്ടി വരുമായിരിക്കും. അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് നിങ്ങൾ ഇതിനായിട്ട് സ്പെൻഡ് ചെയ്താൽ മതി. അപ്പം മാക്സിമം നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളത്തെ വീഡിയോ എന്നുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പറെ ബൈ ഗൈസ്.